ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് നമ്മുടെ പാലക്കാടുള്ള എ മോട്ടോഴ്സിൻ്റെ പ്രീ ഓണർ യൂസർ ഷോറൂമിലാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ജനുവരി മാസത്തിൻ്റെ അവസാനമായതുകൊണ്ട് ഒരുപാട് മറ്റേ ഓഫർ കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഷോറൂമിലേക്ക് നേരിട്ട് വന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൻ്റെ അവസാനമായതുകൊണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ടോ? അതെ, നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് ഈ മാസം വണ്ടി കൊടുക്കാം അല്ലേ? പിന്നെ വേറെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് ഒരു 10,000 രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 10,000 രൂപ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും. കാർ ടു ബൈക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പുതിയ കാറുകൾ ഒരുപാട് ഇറങ്ങി പോയിട്ടുണ്ട്. അതിന്റെ എക്സ്ചേഞ്ചിൽ ഒരുപാട് വണ്ടികൾ കയറി വന്നിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണ് ഇത്രയും സ്റ്റോക്ക് ഇവിടെ. ഈ ഒരു ഷോറൂം അതിവിശാലമായിട്ടുള്ള ഷോറൂമാണ്, പക്ഷേ ഇത്രയും സ്റ്റോക്ക് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. കാരണം അത്രയും സ്റ്റോക്ക് നിലവിലുണ്ട്. അപ്പോൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ പരമാവധി വിറ്റ് തീർത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ വരുമ്പോൾ എങ്ങനെ? ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാണിക്കമാത ജംഗ്ഷൻ എന്ന് പറയും. നമ്മുടെ മേഴ്സി കോളേജിന് അടുത്തായിട്ടാണ്. പാലക്കാട് മേഴ്സി കോളേജിന് അടുത്ത് കാണിക്കമാത ജംഗ്ഷനിൽ ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്തായിട്ട്. ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പെട്രോൾ പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. ഏത് നമ്മൾ പാസ് ചെയ്ത് പോയാലും നമുക്ക് പെട്ടെന്ന് മുന്നിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു എല്ലാ വാഹനങ്ങളും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അത്രയേറെ സ്റ്റോക്കും നിലവിലുണ്ട്. അപ്പോൾ കുറച്ച് വാഹനങ്ങൾ, എല്ലാ സെഗ്മെന്റ് വാഹനം നിന്ന് ഒരു 3 വാഹനങ്ങൾ എടുത്ത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 2 നമ്പർ കൊടുക്കല്ലേ? 2 നമ്പർ കൊടുക്കുക. അതിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. വിളിച്ച് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഓരോരോ വാഹനങ്ങളായിട്ട് പെട്ടെന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല ചൂട് കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഇത്രയും ചൂടും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമുക്ക് വാഹനങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ സമ്മതിച്ചിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിഷാദാണ്. ഞങ്ങൾ ഈ വെയിലത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ആൾട്ടോ 800 മുതൽ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡലാണ്. വെറും 58,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഇത് പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണം. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? ഇതിലാകുമ്പോൾ നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഉള്ളിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ഇൻഷുറൻസ് ഒക്കെ ലൈവ് ആണ്. എല്ലാം പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്തു. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾട്ടോ 800 നിങ്ങൾ സ്വന്തമാക്കാം. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഒരു ഗ്രേ കളർ ആൾട്ടോ 800 ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നിലവിൽ ഒരുപാട് ആൾട്ടോ 800 ഉണ്ട്. അത് പറയുന്നത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 എപ്പിസോഡ് ചെയ്ത് ഇത്രയും ആൾട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട 1-2 കാറുകൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അതായത് വ്യത്യസ്തമായിട്ടുള്ള കളർ, വ്യത്യസ്തമായിട്ടുള്ള വേരിയന്റ്, വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ച് വാഹനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ആൾട്ടോ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആൾട്ടോ 800. 2017 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് ഒരു 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 31,000. കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. LXI വേരിയന്റ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിലും ഈ പറഞ്ഞ പോലെ 2 ഡോർ പവർ വിൻഡോ ആണ്, AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ ഇന്റീരിയേഴ്സ് അത്യാവശ്യം നല്ലൊരു ഇന്റീരിയേഴ്സ് ആണ്. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഒരു ഏകദേശം 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ബോഡി എക്സ്റ്റീരിയറും നല്ല പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,85,000 രൂപയ്ക്ക് കൊടുക്കാം. 2,85,000 ചോദിക്കുന്ന പ്രൈസാണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 2,25,000 രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. അടുത്തായിട്ട് 2018 മോഡൽ ആൾട്ടോ കേട്ടം പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2018 മോഡൽ VXI ആണ്. ഓട്ടോമാറ്റിക് ആണ്. ചെറിയൊരു ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. മാരുതിയിൽ ഓട്ടോമാറ്റിക് ചെറിയ വാഹനം കൊണ്ടുവരും. ഇപ്പോൾ ലേഡീസും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടൺ ഓട്ടോമാറ്റിക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 78,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം മൈലേജും കാര്യങ്ങളും. ഓട്ടോമാറ്റിക് മൈലേജ് കുറയോ? ചെറിയ രീതിക്ക് നമുക്ക് മാനുവൽ ആകുമ്പോൾ കിട്ടുന്ന ഒരു 1-2 കിലോമീറ്റർ കുറയും. അത്രേ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. VXI എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇതിൽ നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടയറും കാര്യങ്ങളൊക്കെ പക്ക ടയേഴ്സ് ആണ്. അതുപോലെ അലോയ്സ് ചെയ്തിട്ടുണ്ട്, അലവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്ക് ഇതിനുണ്ട്. പ്രത്യേകിച്ച് കാണുമ്പോൾ നമുക്ക് അലവീൽ കയറ്റിയാൽ തന്നെ വണ്ടി ലുക്കൊക്കെ മാറും. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,95,000 രൂപ. 3,95,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് എത്ര മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്കൊരു 3 ലക്ഷം രൂപ വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം പ്രൊഫൈലാണെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് ലോൺ ചെയ്യാം. ഇത് നോർമലി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രൊഫൈൽഡ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലേ? ഓക്കെ. അടുത്തായിട്ട് വീണ്ടും ഒരു ആൾട്ടോ കേട്ടൻ തന്നെയാണ് ഗ്രേ കളർ. അപ്പോൾ ആൾട്ടോ കേട്ടൻ തന്നെ പഴയതും പുതിയതും നമുക്ക് ഏത് വേരിയന്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കേട്ടൻ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത വാഹനങ്ങൾ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. പക്ഷേ 46,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. VXC വേരിയന്റ് ആണ്. VXC വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിന്റെ 2 ഡോർ പവർ വിൻഡോ, അതുപോലെ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റി ഇന്റീരിയേഴ്സ് ഉണ്ട്. നല്ല രസമുള്ള നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ഉള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയാണോ? എല്ലാം ലൈവാണ്. എല്ലാം ലൈവാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 2,75,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 2,75,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാം? പിന്നെ നമുക്ക് ഏകദേശം ഒരു 2 രൂപ വരെയൊക്കെ ചെയ്യാം. 2 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഒരു 75,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാഹനം സ്വന്തമാക്കാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡും കാര്യങ്ങളും ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അടുത്തായിട്ട് പുതിയ മോഡൽ, പുതിയ ഫേസിൽ വരുന്ന വാഗനർ. ന്യൂ ഷേപ്പ്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും 2021 മോഡലാണ്. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടലോ മുട്ടലോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. പുതിയ ഈ ഒരു ഫേസിൽ വരുന്ന വാഹനത്തിന് ഈ പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജ് ഇത് 1 ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 20ന്റെ മുകളിലേക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 20ന്റെ മുകളിൽ നമുക്ക് എന്തായാലും മൈലേജ് കിട്ടൂല. അപ്പോൾ ഇതിൽ ഏത് വേരിയന്റ് വരുന്നത്? VXC ആണ്. VXC വേരിയന്റ്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ്? ആകുമ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ABS എയർബാഗും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം സെൻസർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,40,000 രൂപ. 5,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അത് നമുക്ക് എത്ര ലോൺ ചെയ്യാം? പക്ഷെ 5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 40,000 രൂപ വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഈ വാഗനറിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. നമ്മൾ നേരത്തെ കണ്ട് മാനുവൽ. ഇത് ഓട്ടോമാറ്റിക്. 1.2 ലിറ്റർ എഞ്ചിനാണ്. 1200 cc വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും. പെട്രോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? കിട്ടും. പക്ഷേ ഇത് 20 വരെ കിട്ടും മൈലേജ്. 20 വരെ ഇത് മൈലേജ് കിട്ടില്ല. അത് 20ന്റെ മേലെ മൈലേജ് കിട്ടും. അത് 1 ലിറ്റർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടും. ഇത് 1.2 ആണ്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് 19 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ. 62,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 62,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം വണ്ടിയാണ്. ഇത് എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആണ് മെയിൻ ആയിട്ടുള്ളൊരു. ഓക്കെ. ലേഡീസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ. ലേഡീസ് ഫാമിലി കസ്റ്റമേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാഗനർ തന്നെയാണ്. ലേഡീസ് ആണെങ്കിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പുതിയ ഫേസിൽ വരുന്ന വാഹനങ്ങൾ തന്നെയാണ്. ഇതിന്റെ വേറെ അഡീഷണൽ ആയിട്ട് വരുന്നത് ആയിട്ട് ഇപ്പോൾ ടച്ച് സ്ക്രീൻ, ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ABS എയർബാഗ്, സെൻട്രൽ ലോക്ക്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്റീരിയർ വളരെ ലുക്കാണ്. വാഹനത്തിന്റെ ഉള്ളും പുറമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയേഴ്സ് ഉണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,50,000 രൂപയാണ്. അതിൽ 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 55,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തത്. ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ബലേന. ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ബലേന അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2018 മോഡലാണ്. 2018 മോഡൽ ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് ആൻഡ് വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടൂല? അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ. എല്ലാം അവൈലബിൾ. ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിലാകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ABS, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓട്ടോ AC വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽ വരുന്നുണ്ട്. 4 അലോയ്സ് ആണ്. അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം
പുത്തൻ ടയറാണ്, പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ, സെൻസർ, ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? എല്ലാം പക്കയാണ്, എല്ലാം പക്ക. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? 6,60,000 രൂപ. 6,60,000 രൂപ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്ത്. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇവര് വാഹനങ്ങൾ സെയിലിന് വെക്കുമ്പോൾ ഒരു സർവീസ് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പക്കയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് വീണ്ടും ഒരു ബലേനോ. ഇതിന്റെ ഡീറ്റെയിൽസ് 2019 മോഡൽ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഡെൽറ്റ വേരിയന്റ്. പെട്രോൾ എഞ്ചിനാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 28,000 കിലോമീറ്റർ ആയി. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? ഇതിന് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അത് കൂടാതെ മറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫൗൾ ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,60,000 രൂപ. 6,60,000 ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 6 ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കും. 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. വാറണ്ടി ഉണ്ട്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. 5 സീറ്റർ വാഹനം പറ്റില്ല, കുറച്ച് വലിയ വാഹനം വേണം. ഫാമിലി മെമ്പേഴ്സ് കുറച്ച് അധികമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റുന്ന ഒരു വാഹനമാണ് 7 സീറ്റർ എർട്ടിഗ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2019 മോഡൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് VXI വേരിയന്റ് ആണ് വരുന്നത്. VXI വേരിയന്റ്. സ്മാർട്ട് ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കിട്ടൂലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 64,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. സിംഗിൾ ഓണർ 64,000 കിലോമീറ്റർ. അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കമ്പനി സർവീസും എല്ലാം ഉണ്ടാവും. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? ഇതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ്, ABS, EBD കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ വരുന്ന വണ്ടിയാണ്. അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണല്ലേ? പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസോ? 9,25,000 രൂപ. 9,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ വരെയൊക്കെ ചെയ്യാം. 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു ടൊയോട്ടോ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അർബൻ ക്രൂയിസർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2020 മോഡൽ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണറിൽ 20,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിന്. ഓട്ടോമാറ്റിക് ആണ്. മിഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം പക്ക. ഇതിൽ മിഡ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങൾ വരിക? മിഡിൽ വരുന്ന സമയത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ABS, എയർബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം 80% ടയർസും കാര്യങ്ങളുണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 9,85,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 9,85,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ ചെയ്യാം? ഏകദേശം ഒരു 9.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 9.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ അമേസ്. സെഡാൻ സെഗ്മെന്റ് വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് അമേസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? 2021 മോഡലാണ്. 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ ഡീസലാ? പെട്രോൾ വാഹനം അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. ഏതാ വേരിയന്റ്? ഏതാ ഇത്? ബേസ് മോഡലാണ്. S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പക്ഷേ ഏകദേശം ഒരുപാട് ആക്സസറീസ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ലെതറിന്റെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും ലെവലിലേക്ക് ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ബേസ് മോഡൽ വേരിയന്റ് പേപ്പറും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയറാണ്. അതുപോലെ പക്ക KL9 വരുന്ന വണ്ടിയാണ്. ഒരുപാട് ആൾക്കാർ KL9 ചോദിക്കുന്നതാണ്. KL9 വരുന്ന ഒരു വണ്ടിയാണ്. പാലക്കാട് രജിസ്ട്രേഷൻ. പാലക്കാടുകാർക്ക് എന്തായാലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. കാരണം നിങ്ങളുടെ രജിസ്ട്രേഷനിൽ വാഹനം ഇവിടെ നിലവിൽ അവൈലബിൾ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്നത് 6,70,000 രൂപ. 6,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതിന് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം 6 ലക്ഷം രൂപ വരെ ചെയ്തു. 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാല്ലേ? വാറണ്ടി കാര്യങ്ങളുണ്ടോ? 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ടല്ലേ? അടുത്തായിട്ട് വാഗ്നറിന്റെ സ്റ്റിംഗർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഒരു 86,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിന് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഇറങ്ങുന്ന സമയത്ത് VXI ആയിരുന്നു ഫുൾ ഓപ്ഷൻ. VXI എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ റിയർ വൈപ്പർ, ഡീഫോഗർ, പിന്നെ അലോയ്സ് വരുന്നുണ്ട്. ഈ വണ്ടിയിൽ അലോയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രാൻഡഡ് ടയേഴ്സ് ആണ് നിലവിലുള്ളത്. പിന്നെ ക്വാളിറ്റിയുള്ള സീറ്റ് ഉണ്ട്. സെൻസർ, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര?
നമുക്ക് 3,25,000 രൂപ. 3,25,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് 2.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2,50,000 നമുക്ക് ലോൺ ചെയ്യാം. 75,000 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്തായിട്ട് മാരുതിയിലെ ഇത്തിരി കുഞ്ഞൻ. ഇപ്പൊ അത്യാവശ്യം നല്ല ഡിമാൻഡ് കാര്യങ്ങളുള്ള ഒരു വാഹനമാണ് ഈ ഒരു മാരുതിയുടെ എക്സ്പ്രസ് എന്ന് പറയുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2021 മോഡൽ VX ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. വെറും 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 6 മാസത്തെ വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് മാനുവൽ അല്ലേ? മാനുവലാണ്. ഇതിൽ VX-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? വരുന്ന സമയത്ത് നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുള്ളൂ. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ് വരുന്നുണ്ട്. ABS, എയർ ബാഗ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? അതെ, അത്യാവശ്യം ഒരു 60% ടയർ ഭാഗങ്ങളുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,15,000. 4,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് 4 ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം. ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അത്യാവശ്യം ഈ ഒരു വാഹനം നല്ല മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. പുതിയ മോഡൽ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലും ലോണും കാര്യങ്ങളും വീഴും. ഇതിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും. 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും ഉണ്ട്.